പുഴയുടെ തീരത്തൊരു കല്ലിന്റെ മുകളിൽ നിരാശനായി ഇരിക്കുകയായിരുന്നു ഒരു കുഞ്ഞനെലി. പാവമെലി വളരെ സങ്കടത്തിലായിരുന്നു. അന്നേരം ആ വഴിയൊരു മുയലമ്മ വരികയുണ്ടായി. കുഞ്ഞനെലിയെ കണ്ട മുയലമ്മ അതിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. ഏയ്, എന്താ ഇവിടെ ഇങ്ങനെ നിരാശനായിരിക്കുന്നത്? ഈ കാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എലിക്കുട്ടൻ ഇവിടെയുള്ളതല്ലേ? അല്ല മുയലമ്മേ, ഞാൻ അക്കരെ ഗ്രാമത്തിൽ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അതെയോ? പിന്നെ ഈ കാട്ടിലെങ്ങനെ വന്നു? ഇനി ആ വീട്ടിലെ ആളുകൾ ഈ കാട്ടിൽ കൊണ്ടുവന്ന് വിട്ടു. കഷ്ടം തന്നെ. ഇനി എന്തു ചെയ്യും? അറിയില്ല മുയലമ്മേ, എനിക്ക് വീട്ടിൽ പോണം. എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും കാണണം. പിന്നെ എന്തിനാ വൈകുന്നേ? വേഗം പോയിക്കോ. അയ്യോ മുയലമ്മേ, എനിക്ക് നീന്താൻ അറിയില്ല. എന്നെ എങ്ങനെയെങ്കിലും അക്കരെ എത്തിക്കാമോ? നിന്നെ പോലെയാണ് ഞാനും. എനിക്കും നീന്താൻ അറിയില്ല എലിക്കുട്ടാ. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണേ. നീ വിഷമിക്കണ്ട, നമുക്കൊരു വഴി കണ്ടെത്താം. നീ എന്റെ ഒപ്പം വാ. നിന്റെ പേരെന്താ? കുഞ്ഞൻ. അങ്ങനെ നമ്മുടെ കുഞ്ഞനെലിയും മുയലമ്മയും കൂടി പുഴയുടെ തീരത്ത് നിന്ന് ഉൾക്കാട്ടിലേക്ക് നടന്നു. നമ്മളിപ്പോൾ പോകുന്നത് ചിങ്കൻ കൊക്കിന്റെ അടുത്തേക്കാണ്. ചിങ്കൻ വിചാരിച്ചാൽ നിസ്സാരമായി കുഞ്ഞൻ അക്കരെ എത്താം. ഇരുവരും വളരെ പ്രതീക്ഷയോടെ ചിങ്കൻ കൊക്കിന്റെ അടുത്തേക്ക് നടന്നു. അതേ തവളച്ചേട്ടാ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ പണ്ട് ഒരു ആനയെ പുറത്ത് കയറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നെ കളിയാക്കിയതാണോ? ഇവിടെ നിന്ന് പൊയ്ക്കോ, ഇല്ലേ ഞാൻ കൊത്തും. നമസ്കാരം ചിങ്ക. എന്ത് വേണം? ഞാനൊരു സഹായം ചോദിച്ചു വന്നതാണ്. ഓ, ഒരു സഹായവും ഇല്ല. സഹായം ഒക്കെ തീർന്നു പോയി. വേഗം തിരിച്ചു പൊയ്ക്കോ. അയ്യോ, അങ്ങനെ പറയല്ലേ. എങ്ങനെ പറയണമെന്നത് എന്റെ ഇഷ്ടം. വേഗം പൊയ്ക്കോ, ഇല്ലെങ്കിൽ എന്റെ ചുണ്ട് കണ്ടോ. വളരെ ദേഷ്യത്തിൽ നിന്നിരുന്ന ചിങ്കന്റെ അടുത്തേക്കായിരുന്നു സഹായവും ചോദിച്ചുകൊണ്ട് മുയലമ്മയും കുഞ്ഞനെലിയും എത്തിയത്. അതുകൊണ്ട് തന്നെ സഹായം കിട്ടിയതുമില്ല. ചിങ്കന്റെ അടുത്ത് നിന്ന് മുയലമ്മയും കുഞ്ഞനെലിയും മടങ്ങിപ്പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും മുയലമ്മേ? നീ നിരാശപ്പെടേണ്ട, അല്പം കാത്തിരിക്കൂ. നമുക്കൊരു വഴി കണ്ടെത്താം. ധൃതി കാണിക്കാതെ. ഇരുവരും വീണ്ടും പുഴയുടെ തീരത്തേക്കു തന്നെ തിരികെ വന്നു. അപ്പോഴാണ് മുയലമ്മയ്ക്ക് പരിചയമുള്ള ഇക്രു ആമ പുഴയിൽ നിന്ന് കരയിലേക്ക് കയറി വരുന്നത്. ദേ നോക്ക് മുയലമ്മേ, ഒരു ആമയല്ലേ അത്? ആ, അതെ. അല്ല, ഇതാരാ മുയലമ്മയോ? എന്താ ഇവിടെ? ഒന്നും പറയണ്ട ഇക്രു. ഈ എലിക്കുട്ടനെ അക്കരെ എത്തിക്കാനുള്ള ഒരു വഴി ആലോചിക്കുവായിരുന്നു. ഓഹോ, അത്രേ ഉള്ളൂ. എന്റെ പുറത്ത് കയറിക്കോ എലിക്കുട്ട, ഞാൻ അക്കരെ എത്തിക്കാം. എലിക്കുട്ടാ, അബദ്ധം കാണിക്കല്ലേ. പുഴയിൽ മുതലയുണ്ട്, അത് അപകടകാരിയാണ്. അതെന്താ മുയലമ്മേ അങ്ങനെ പറഞ്ഞത്? എന്നെ ഒട്ടും വിശ്വാസമില്ലാത്തതുപോലെ. അങ്ങനെയല്ല ഇക്രു, മുതല വന്നാൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മുയലമ്മ ഒന്നും പറയണ്ട, എനിക്ക് പോയേ പറ്റൂ. അച്ഛനും അമ്മയും എന്നെ കാണാതെ വിഷമിക്കുകയായിരിക്കും. എനിക്കറിയാം എലിക്കുട്ടാ, നീ അല്പം കൂടി കാത്തിരിക്കൂ. നമുക്ക് മറ്റൊരു വഴി കണ്ടെത്താം. വേണ്ട വേണ്ട മുയലമ്മേ, ഞാൻ ആമച്ചേട്ടനൊപ്പം പോകുക. മുയലമ്മ വിഷമിക്കണ്ട, അപകടമൊന്നും വരാതെ ഞാൻ എലിക്കുട്ടനെ അക്കരെ എത്തിക്കാം. എന്താ പോരെ? ആമയുടെ പുറത്ത് കയറി യാത്ര തുടങ്ങിയ എലിക്കുട്ടൻ വളരെ സന്തോഷത്തിലായിരുന്നു. താൻ തന്റെ വീട്ടിലേക്ക് പോകുന്നു. അതിന്റെ സന്തോഷമാണ് അവന്. പുഴയിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂക്കളിൽ നിറയെ തുമ്പികളും ശലഭങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. യാത്രയുടെ പകുതിയായപ്പോൾ ആമയുടെ മുന്നിലായി ഒരു മുതലയെ കണ്ട എലിക്കുട്ടൻ ശരിക്കും ഭയന്നു. അമ്പോ, മുതല! എലിക്കുട്ട, നമ്മൾ ഇനി എന്തു ചെയ്യും? വേഗം പോ, ഇല്ലെങ്കിൽ ആ മുതല നമ്മളെ തിന്നും. ഓഹോ, എന്നെ കടന്നു പോകാനുള്ള ധൈര്യമോ? മുതലച്ചാരെ, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ, വെറുതെ വിടണേ. പിന്നെന്താ, വെറുതെ വിടാമല്ലോ. അല്ലെങ്കിൽ പിന്നെ വെറുതെ വിടാം. ഇപ്പോ നിങ്ങൾ ഇവിടെ നിൽക്ക്. മുതലച്ചേട്ടാ, എനിക്ക് എന്റെ വീട്ടിൽ പോണം, വെറുതെ വിടണേ.
എന്റെ മുന്നിൽ വന്നവരാരും വെറുതെ പോകാറില്ല. പാവം എലി, അതിനെ സഹായിക്കാൻ എന്താ ഒരു വഴി? ഇടോ ആമച്ചാരെ, നമുക്കിവിടെ നിന്ന് കള്ളനും പോലീസും കളിച്ചാലോ? ഞാൻ പോലീസ്, നിങ്ങൾ ഓടിക്കോ. നിങ്ങളെ ഞാൻ പിടിച്ചാൽ എന്റെ വയറ്റിലാക്കും. ഇതേ സമയം പുഴക്കരയിലേക്ക് പോയ തുമ്പി മുയലമ്മയെ കണ്ടുമുട്ടുകയും പുഴക്കരയിൽ നടന്ന സംഭവങ്ങൾ പറയുകയും ചെയ്തു. മുയലമ്മയും തുമ്പിയും കൂടി ചിങ്കൻ കൊക്കിന്റെ അടുത്തേക്ക് വീണ്ടും പോകാൻ തീരുമാനിച്ചു. ആ ചിങ്കൻ വരുമോ തുമ്പിപ്പെണ്ണെ? വരും, അതിനുള്ള വിദ്യ എനിക്കറിയാം. മുയലമ്മ, ചിങ്കനെ എനിക്കൊന്ന് കാണിച്ചു തന്നാൽ മതി. ദാ ആ കുളക്കരയിൽ ഉണ്ടാകും ചിങ്കൻ കൊക്ക്. ഹായ് ചിങ്കൻ ചേട്ടാ. ആരാ? എന്ത് വേണം? സഹായമാണേൽ തീർന്നുപോയി. പോയിട്ടേ അടുത്ത ദിവസം വാ. അല്ല ചേട്ടാ, സഹായമല്ല. പിന്നെന്താണ്? അതോ, പുഴയിലെ ഒരു മുതല പറയുവാ, മുതലയുടെ മുന്നിൽ നിന്നും ആർക്കും ഒന്നും എടുത്തോണ്ട് പോവാൻ പറ്റില്ലെന്ന്. ഓഹോ, അവൻ അങ്ങനെ പറഞ്ഞു? അത്ര അഹങ്കാരമോ? ഓഹോ, ഇതായിരുന്നോ തുമ്പിപ്പെണ്ണിന്റെ ബുദ്ധി? അതേ ചിങ്ക, മുതല ചിങ്കനെ വെല്ലുവിളിച്ചു. ഞാൻ പറഞ്ഞു ചിങ്കൻ ആളൊരു കേമനാണെന്ന്, ആനയെ പോലും പുറത്തു കയറ്റിക്കൊണ്ടുപോയ ധീരനാണെന്ന്. മുയലമ്മ പറഞ്ഞതൊക്കെ ശരിയാ, ഞാനൊരു സംഭവമാണ്. അതെ ചേട്ടാ, ഞങ്ങൾ മുതലയുടെ വെല്ലുവിളി ഏറ്റെടുത്തു. ഒരു എലിയ ആമയുടെ പുറത്ത് കയറ്റി ഞങ്ങൾ മുതലയുടെ അടുത്തായി നിർത്തി. നിങ്ങൾ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഓ, വലുതായിട്ടൊന്നുമില്ല. ചിങ്കൻ ആ എലിയെ എടുത്തുകൊണ്ട് അക്കരെ നിർത്തിയിട്ട് തിരികെ വരണം. ഓ, അത്രേ ഉള്ളൂ. ഇത് നിസ്സാരം, ഇപ്പൊ തന്നെ ചെയ്യാം. വാ, പോകാം. ചിങ്കനുമായി മുയലും തുമ്പിയും പുഴക്കരയിലേക്ക് നീങ്ങി. അതേസമയം പുഴയിൽ എടോ ആമച്ചാരെ, താൻ ഇങ്ങനെ ചെടിയുടെ ചുറ്റും നടന്നാല് എനിക്ക് തല കറങ്ങും. എന്നാ ഞങ്ങളെ വെറുതെ വിട്. അല്ലേ കുഴപ്പമില്ല, നിങ്ങൾ ചെടിയുടെ ചുറ്റും കറങ്ങിക്കോ. മുയലമ്മ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു. ഞാൻ വെറുതെ ധൃതി കാണിച്ചു. ശരിയാ, ഞാനൊന്നും ചിന്തിക്കാതെ എടുത്തു ചാടി. മുയലമ്മ പറഞ്ഞത് കേട്ടിരുന്നേ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഈ ചിങ്കനെയാണോ വെറുമൊരു മുതല വെല്ലുവിളിക്കുന്നത്? പാവം എലിക്കുട്ടൻ അങ്ങനെ തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി. എലിക്കുട്ടന്റെ അച്ഛനും അമ്മയും അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എടുത്തു ചാടി അപകടത്തെ വിളിച്ചു വരുത്തിയതിൽ ആമ വല്ലാതെ വിഷമിച്ചു. തുമ്പിയുടെ ബുദ്ധിപരമായ നീക്കത്തെ മുയലമ്മ വാനോളം പുകഴ്ത്തി. മുതലയെ തോൽപ്പിച്ച സന്തോഷത്തിൽ അങ്ങനെ നമ്മുടെ ചിങ്കൻ കൊക്ക് വനത്തിലെ താരമായി മാറുകയും ചെയ്തു. കുഞ്ഞിക്കാട് സുന്ദരമായ ഒരു കാട്ടുപ്രദേശമായിരുന്നു. ചെറിയ മലകളും പുഴകളും നിറഞ്ഞൊരു കാട്. ചെറിയ കാടായതുകൊണ്ട് തന്നെ മൃഗങ്ങളെല്ലാവരും നല്ല കൂട്ടുകാരായി അവിടെ ജീവിച്ചു. എന്നാൽ കിട്ടുകുരങ്ങൻ മാത്രം അവസരം കിട്ടിയാൽ മറ്റു മൃഗങ്ങളെ കളിയാക്കുകയും ഓരോരോ കൗശലങ്ങൾ ഒപ്പിക്കുകയും ചെയ്യും. രാവിലെ തന്നെ നേരം വെളുത്തല്ലോ, ഉറക്കവും പോയി. ഇനി എന്ത് ചെയ്യും? ഓ, വിശപ്പും തുടങ്ങി. ആരെങ്കിലും ഒക്കെ പറ്റിച്ച് മേലനങ്ങാതെ ഭക്ഷണം തരപ്പെടുത്തണം. വീണ കിട്ടുവിന്റെ കാലിൽ ഒരു മുള്ളു കുത്തിക്കയറി. അയ്യോ, അയ്യോ, എന്റെ കാല്. പച്ചജാട പുച്ചമണ പോട. കിട്ടു, കൊള്ളാലോ. രാവിലെ തന്നെ നീ തലയും കുത്തി വീണോ? മിക്കുവിന്റെ ആ ചോദ്യവും ചിരിയും കിട്ടുവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇവന് അങ്ങനെ വിട്ടാ പറ്റില്ല, പണി അവന് തന്നെ കൊടുക്കാം. ഒന്നും പറയണ്ട മിക്കു,
വീണത് മാത്രമോ? ദാ കണ്ടോ, ഒരു വലിയ മുള്ള എന്റെ കാലിൽ തറച്ചു. അയ്യോ, എനിക്ക് വേദനിക്കുന്നേ. കിട്ടുവിന്റെ കിടപ്പ് കണ്ട് മിക്കുവിന് പാവം തോന്നി. പോട്ടെ, സാരമില്ല കിട്ടു. ഈ മുള്ള് ഞാൻ എടുത്തു തരാം. മിക്കു പതുക്കെ എടുക്കണേ. ഞാൻ ചെറിയൊരു ഡോക്ടറാണ് കിട്ടു. ഇതിപ്പോ ശരിയാക്കി തരാം. ഡോക്ടർ പോലും. നിന്റെ പണി ഇന്ന് ഞാൻ പൂട്ടിക്കുമടാ. മോനെ, നീ ഹാപ്പി അല്ലേ? ഇവന്റെ കാലിൽ കൊണ്ട മുള്ളു പോയില്ലേ? ഇനിയും ഉണ്ടോ? കാലീന്ന് വിടടാ, എനിക്കെന്റെ മുള്ളുതാ. മുള്ളോ? അതല്ലേ എടുത്ത് കളഞ്ഞത്. അതൊരു വെറും മുള്ളല്ല, നല്ല വിലയുള്ള മുള്ളാണ്. ഞാൻ ആ മുള്ള ഇവിടെ തെരഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ അതെന്റെ കാലി കുത്തി കേറിയത്. അത് ഞാൻ ആ കുറ്റിക്കാട്ടിലേക്ക് എറിഞ്ഞല്ലോ, അതിന് കിട്ടില്ല. നീ എനിക്കത് തന്നില്ലെങ്കിൽ സിംഹരാജാവിന്റെ അടുത്ത് പോയി ഞാൻ പരാതി കൊടുക്കും. അല്ലെങ്കിൽ തന്നെ രാജാവൻ എന്നെ നോട്ടം ഇട്ടിരിക്കുക. അയ്യോ കിട്ടു, വേണ്ട വേണ്ട, ഞാൻ വേറെ എന്ത് വേണേലും തരാം. വേറെ എന്ത് വേണേലും തരുമോ? എന്ന് വെച്ചാൽ നീ എന്റെ വീട്ടിലേക്ക് വാ, ഞാൻ നല്ല ക്യാരറ്റ് തരാം. തൽക്കാലം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നീ എന്നെ ഇവിടെ നിന്ന് ഒന്ന് പൊക്കിയെടുക്ക്. അങ്ങനെ മിക്കു കിട്ടുവിനെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് നടന്നു. ഈ രണ്ടെണ്ണം കൊണ്ട് എന്താവാൻ? എന്റെ കാലിലെ വേദന കാരണം ഇന്നിനി പഴങ്ങളൊന്നും പറിക്കാൻ പറ്റില്ല. എന്റെ വിശപ്പടക്കം ഇത് പോരാ. മിക്കു കൊടുത്ത ക്യാരറ്റുമായി കിട്ടു നടന്നു നീങ്ങി. കാലത്ത് തന്നെ ഒരുത്തനെ പറ്റിച്ച ഫുഡും കിട്ടി. അടിപൊളി, ഇതൊരു പതിവാക്കാം. കിട്ടു, രാവിലെ തന്നെ ഈ ക്യാരറ്റും കൊണ്ട് എങ്ങോട്ടാണ്? ദാ വന്നല്ല. തേടിയ വള്ളി കാലി ചുറ്റി. അടുത്ത പണി എവന് തന്നെ കൊടുക്കാം. കരടിച്ചേട്ടാ, സുഖാണോ? ചേട്ടൻ എനിക്കൊരു സഹായം ചെയ്യാമോ? പിന്നെന്താ, കിട്ടുവിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നമ്മൾ പണ്ടേ കൂട്ടുകാരല്ലേ. ഈ ക്യാരറ്റ് മുഴുവൻ തിന്നണോ? തിന്നാം. ഏയ്, അത് വേണ്ട. ഈ ക്യാരറ്റ് കൊണ്ടുപോയി ചേട്ടന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെക്ക്. ഇത് ഇപ്പൊ കഴിക്കാൻ സമയമില്ല. എനിക്കൊരിടം വരെ പോകാനുണ്ട്. പോയി വന്നിട്ട് ഞാൻ ഇതെടുത്തോളാം. അതിനെന്താ, ഞാനിത് വീട്ടിൽ കൊണ്ടുപോയി വെക്കാം. കിട്ടു, പോയിട്ട് വാ. ഇന്ന് ഇതിൽ നിറച്ച് തേൻ കൊണ്ടുവരണം. ചെല്ല് ചെല്ല്, കുടം നിറച്ച് തേൻ കൊണ്ടുവാ. പാണ്ഡൻ കരടി അവിടെ നിന്ന് പോയ തക്കത്തിന് മിട്ടു പാണ്ഡന്റെ വീട്ടിൽ കയറി ക്യാരറ്റ് മുഴുവൻ എടുത്തു കഴിച്ചു. ഇവിടെ ആരുമില്ലേ? പാണ്ഡനെ കണ്ടതും കിട്ടു ക്ഷീണം അഭിനയിച്ച് താഴെയിരുന്നു. എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്ന് കുറെ നോക്കി നടന്നു. ഒന്നും കിട്ടിയില്ല. എന്തൊരു ക്ഷീണം. സാരമില്ല. പാണ്ഡൻ ചേട്ടാ, ആ ക്യാരറ്റ് ഇങ്ങെടുത്തേ. അതേലും കഴിച്ച് വിശപ്പടക്കാം. അയ്യോ അയ്യോ, കിട്ടു, ക്യാരറ്റ് ഒന്നും കാണുന്നില്ലല്ലോ. അതാരോ കട്ടെടുത്തു. കാണുന്നില്ലേ? പാണ്ഡൻ ചേട്ടാ, നീ തന്നെ അല്ലേ അതെടുത്ത് ചാപ്പിട്ടത്? കിട്ടു, കള്ളത്തരം പറയരുത്. നിന്റെ ക്യാരറ്റ് എനിക്കെന്തിനാ?
എങ്കിൽ പിന്നെ അതെവിടെ? ഞാൻ ഇതിപ്പോ പോയി സിംഹരാജാവിനോട് പറയും. കിട്ടു, നീ ഒന്ന് അടങ്ങ്. സിംഹരാജാവിന്റെ അടുത്തേക്കൊന്നും പോകണ്ട. ഇപ്പോ നിന്റെ വിശപ്പല്ലേ പ്രശ്നം, അത് ഞാൻ മാറ്റിത്തരാം. ഗുഹയ്ക്കകത്തേക്ക് പോയ പാണ്ഡൻ ഒരു കുടവുമായി പുറത്തേക്ക് വന്നു. ദാ, നല്ല ഒന്നാം തരം തേനാണ്. ഇത് കുടിച്ചാ നിന്റെ എല്ലാ ക്ഷീണവും മാറും. ഈ ചെറിയ പാത്രത്തിൽ കുടിച്ചാലൊന്നും എന്റെ വിശപ്പ് മാറില്ല. തൽക്കാലം ഇത് മതി. കരടിയം പറ്റിച്ച് മുയലിനെയും പറ്റിച്ച് വയറും നിറഞ്ഞ് ഹാലസ. ഇതെന്താ ഇവൻ ഞൊണ്ടി നടക്കുന്നത്? ഒരു കുടവുമുണ്ടല്ലോ. ഇവൻ പണ്ടേ ആള് ശരിയല്ല. എന്തായാലും ഒന്ന് ചോദിച്ചു കളയാം. ഹലോ കിട്ടോ, ആ കുടത്തിലെന്താ? എന്തോ കാര്യമായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല കുറുക്കച്ച. ഇത് കുറച്ച് തേനാണ്. എനിക്കാണേൽ കാലിന് മുള്ളും കുത്തിയിട്ട് ഭയങ്കര വേദന. ഇതൊന്ന് നിന്റെ വീട്ടിൽ വെക്കാമോ? ഞാൻ നാളെ രാവിലെ തന്നെ വന്നെടുത്തോളാം. ഓ, അത് ശരി. കുറുക്കൻ കിട്ടുവിന്റെ കയ്യിൽ നിന്ന് തേൻകുടം വാങ്ങി തന്റെ വീട്ടിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, കിട്ടു, നിന്റെ കുടം ആരും എടുക്കാതിരിക്കാൻ ഞാനൊരു പെട്ടിയിൽ വെച്ച് പൂട്ടി. താക്കോല് നിന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയാലോ? അതുകൊണ്ട് നീ പെട്ടി പൂട്ടണ്ട. ഇത് കേട്ടപ്പോൾ തന്നെ കിട്ടുവിന്റെ മുഖഭാവത്തിൽ നിന്ന് കുറുക്കന് കാര്യം പിടികിട്ടി. ഇവനെ അങ്ങനെ വിട്ടാ ശരിയാകില്ല. ശരി. കിട്ടു പോയുടൻ കുറുക്കൻ ആ തേൻ മുഴുവൻ കുടിച്ചു തീർത്തു. എന്നിട്ട് കുടത്തിനുള്ളിലേക്ക് ഒരു ഞണ്ടിനെ ഇട്ടു. അത് ആ പെട്ടിക്കുള്ളിൽ വച്ചു. എന്നിട്ടവൻ വീടിന് പുറത്തേക്ക് ഇറങ്ങി. അയ്യോ 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 കിട്ടു, നീ ഈ ചതി ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. നിന്നെ ഞാനൊരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ നീ പാവപ്പെട്ട മൃഗങ്ങളെ ഇനിയും ഉപദ്രവിക്കും. ഞണ്ടിന്റെ കടിയേറ്റ കിട്ടുകുരങ്ങൻ അവിടെ നിന്ന് എങ്ങോട്ടോ ഓടിപ്പോയി. കുരങ്ങനുണ്ണിക്കും ടീമിനും ഒരു പോയിന്റ് കൂടി കിട്ടിയിരിക്കുന്നു. അങ്ങനെ പോയിന്റ് നില 4-3. കാളകിടക്കും കയറോടും. അത് കൊള്ളാം. പറയ്, വേഗം ഉത്തരം പറയ്. അത് ഉത്തരം ഞാൻ പറയാം. ആലോചിച്ചു പറയണം. ഉത്തരം തെറ്റിയാൽ പോയിന്റ് അവർക്കാ. മത്തങ്ങ. ഉത്തരം ശരിയാണ്. ഇപ്പോ പോയിന്റ് നില 4-4. പുത്തുമ്പി കുർലമ്മി ജലഗല്ല കൂമ, പുത്തുമ്പി കുർലമ്മി ജലഗല്ല കൂമ. തനന തനനന തനനന ഓഹോ തനന തനനന തനനന തനന തനനന തനനന ഓഹോ തനന തനനന തനനന. ആ ശംഖുമുയൽ വരുന്നുണ്ട്. ഹോ, എന്നാൽ പിന്നെ കളിയെല്ലാം അലങ്കോലമായത് തന്നെ. എന്താ എല്ലാവരും കൂടി ഒരു ഗൂഢാലോചന? ഏയ്, ഒന്നുമില്ല ചങ്കു. നമ്മളെല്ലാവരും കൂടി കടങ്കഥ മത്സരം കളിക്കുകയാ. കടങ്കഥയോ? കൊള്ളാമല്ലോ. എന്നാൽ ഞാനും കൂടാം. ആട്ടെ, ആരൊക്കെയാ ടീം? ഞങ്ങൾ 3 പേരും ഒരു ടീം. ഞാനും ആനക്കുട്ടനും
ആമച്ചാറും ഒരു ടീം. അപ്പോ ശംഖു ഏത് ടീമിലാ? എനിക്കോ? എനിക്ക് ടീമൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി. നിങ്ങൾ എല്ലാവരും ഒരു ടീം ആയിക്കോ. അത് വേണോ? അത് മതി. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബുദ്ധിയുള്ള ആരുണ്ട് ഈ കൂട്ടത്തിൽ? എന്നാൽ പിടിച്ചോ ആദ്യത്തെ ചോദ്യം. റെഡി? കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. പിടികിട്ടി. ഉത്തരം കുരങ്ങനുണ്ണി. ഞാനോ? അല്ല. ഇനി ഉത്തരം ഞാനായിരിക്കുമോ? മണ്ടന്മാർ. ആർക്കും അറിയില്ലേ? എന്നാൽ ഞാൻ തന്നെ പറയട്ടെ. ഉത്തരം ഞാൻ പറയാം. നീയോ? പറ പറ. കുട. ഉത്തരം ശരിയാണ്. ജയ് ആമച്ചേട്ടൻ കീ ജയ്. ആമച്ചേട്ടൻ കീ ജയ്. എന്നാൽ ഇതാ പിടിച്ചോ അടുത്ത ചോദ്യം. കറുപ്പാണ് എന്റെ നിറം, എവിടെ പോയാലും ഞാനുണ്ട് നിന്റെ കൂടെ. പറ. എന്താ? കറുപ്പാണ് എന്റെ നിറം, എവിടെ പോയാലും ഞാനുണ്ട് നിന്റെ കൂടെ. ഭൂതം. ഒന്ന് പോടേ, അതൊന്നുമല്ല ഉത്തരം. എന്താ ആമച്ചാരെ, ഇതിന്റെ ഉത്തരവും നിനക്കറിയാമോ? അറിയാം. അതും നിനക്കറിയാമോ? ഉത്തരം നിഴൽ. ഉത്തരം ശരിയാണ്. ആമച്ചേട്ടൻ കീ ജയ്. ആമച്ചേട്ടൻ കീ ജയ്. മല പോലെ വന്ന ചങ്കുമുയൽ എലി പോലെയായി. അല്ലേലും വെള്ളത്തിൽ കിടക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിയാ. അവന്റെ ഒരു ബുദ്ധി. എടോ ആമച്ചാരെ, എന്നാൽ എന്നെ ഓട്ട മത്സരത്തിൽ തോൽപ്പിക്കാൻ നിനക്ക് കഴിയുമോ? കുരുവിപ്പെണ്ണിന് പറ്റും. ചങ്കുനെ ഞാൻ പറന്ന് തോപ്പിക്കും. നിന്നോടല്ല മത്സരം, ഇവനോട്, ഈ ബുദ്ധിമാനോട്. ഇവൻ ബുദ്ധി കൊണ്ടോടട്ടെ. അല്ല പിന്നെ ബുദ്ധി കൊണ്ടോടുന്നത് ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, എന്തു പറയുന്നു? ഓടുന്നുവോ അതോ തോൽവി സമ്മതിക്കുന്നോ? അയ്യോ വേണ്ട, മത്സരത്തിനൊന്നും ഞാനില്ല. ഇല്ലില്ല, ആമച്ചാർ ഓടും. ആമച്ചാർ തന്നെ ജയിക്കുകയും ചെയ്യും. ജയിക്കും ആമച്ചാരെ. നമ്മൾ മനസ്സ് വച്ചാൽ സാധിക്കാത്തതായി ഒന്നുമില്ല. ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ആമച്ചാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ശംഖുമുയൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിച്ചേരേണ്ടതാണ്. ഏയ്, പിന്മാറാൻ ഇനിയും സമയമുണ്ട്. എന്തു പറയുന്നു? ഓടാൻ തയ്യാറാണല്ലോ അല്ലേ? അതെ, ഞാൻ തയ്യാറാണ്. ഇതാ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ഓടേണ്ട വഴികൾ: തോട്ടിൻകര വഴി, മുട്ടക്കുന്ന് കയറി, തവളക്കുളം ചുറ്റി, ക്യാരറ്റിൻകാട് കറങ്ങി തിരികെ ഇവിടെ എത്തിച്ചേരേണ്ടതാണ്. വിസിൽ മുഴങ്ങിയാൽ ഓട്ടം തുടങ്ങണം. റെഡി? പുത്തുമ്പി കുർലമ്മി ജലഗല കൂമ, പുത്തുമ്പി കുർലമ്മി ജലഗല കൂമ, തൊട്ടൻകര വഴി. മുട്ടക്കുന്നു കയറി. കയറിക്കോ കയറിക്കോ, കയറട്ടങ്ങനെ കയറട്ടെ. തവളക്കുളം കറങ്ങി, കറങ്ങിക്കോളൂ കറങ്ങിക്കോളൂ. ക്യാരറ്റിൻകാട് ചുറ്റി,
പോത്തുംകാട് ചുറ്റണോ? അല്പ കഴിച്ചിട്ട് ചുറ്റാം. ഹോ. ഔ. വയറ് നിറഞ്ഞ സ്ഥിതിക്ക് അല്പമൊന്ന് മയങ്ങാം. അവൻ ഓടി എത്തുമ്പോഴേക്കും നേരം ഇരുട്ടി വെളുക്കും. ആമച്ചേട്ടൻ ജയ്. ആമച്ചേട്ടൻ ജയ്. ജയ് ആമച്ചേട്ടൻ. ആമച്ചേട്ടൻ കീ. ഇവിടെ എന്ത് സംഭവിച്ചു? ജയ് ആമച്ചേട്ടൻ ജയ്. ആമച്ചേട്ടൻ കീ. ആമച്ചേട്ടൻ കീ. ആമച്ചേട്ടൻ കീ. ജയ്. ആരൊക്കെയായി പോകുന്നത്? ആമയും മുയലുമോ? ആഹാ, അപ്പം നിങ്ങളുടെ പിണക്കമൊക്കെ മാറിയോ? പിണക്കമോ? ഞങ്ങൾക്കോ? ചേട്ടനോട് ആരായി മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞു തന്നത്? ഓട്ട മത്സരത്തിൽ മുയലിനെ തോൽപ്പിച്ചത് മുതൽ ഞാനും ഈ ആമച്ചാരുടെ ഒരു ഫാനാ. അതെയോ? സന്തോഷം. മുയലച്ചാരെ, കുറുക്കച്ചൻ പറഞ്ഞത് കേട്ടില്ലേ? അങ്ങനെ എനിക്കും ആരാധകരായി. ആമച്ചാരെ, എനിക്കൊരാഗ്രഹം. എന്താഗ്രഹം? അന്നത്തെ പോലെ ഒരു ഓട്ട മത്സരം നമുക്കിപ്പോൾ ഒന്നുകൂടി ഒന്ന് നടത്തിയാലോ? ഇപ്പോഴോ? ആ, ഇപ്പോ മുയല് മുന്നേ ഓടിപ്പോയാലും ആമച്ചാർക്ക് കൂട്ടിന് ഞാനുണ്ടല്ലോ. അതാകുമ്പോ എനിക്ക് ആമച്ചാരെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അഭിനന്ദിക്കാലോ. വേണ്ട വേണ്ട, ആശാന്റെ ഒരു സൂത്രവും ഞങ്ങളോട് വേണ്ട. ആമച്ചാരെ, ഇത് കുറുക്കന്റെ എന്തോ ഒരു കൗശലമാണ്. വാ, നമുക്ക് പോകാം. സൂത്രം ഫലിച്ചില്ല. ആമയെ തിന്നാമെന്ന ആഗ്രഹം വെറുതെ ആയി. ആമച്ചാരെ, അന്നത്തെ ഓട്ട മത്സരത്തിൽ നീ എന്നെ തോൽപ്പിച്ചതിൽ പിന്നെ എനിക്ക് ഈ കാട്ടിലിറങ്ങി നടക്കാൻ വയ്യാതെയായി. നിന്നെ ഞാൻ തോൽപ്പിച്ച കഥ ഈ കാട്ടിൽ മാത്രമല്ല, അങ്ങ് നാട്ടിലും പാട്ടാണ്. എല്ലാവരുടെയും ഇടയിൽ ഈ കഥ ഇപ്പോഴും സൂപ്പർ ഹിറ്റാണ്. ആണോ? ഞാൻ കാരണം നാട്ടിലെ മുയലുകൾക്കും കൂടി നാണക്കേടായോ? എന്തായാലും നിനക്കല്പം അഹങ്കാരം ഉണ്ടായിരുന്നത് ഇല്ലാതായല്ലോ. അഹങ്കാരമില്ലെന്നുള്ള ഒരു അഹങ്കാരവും എനിക്കില്ല. അയ്യോ ആമച്ചാരെ, ഒരു സിംഹം വരുന്നു. അയ്യോ, സിംഹം നമ്മളെ കണ്ടെന്ന് തോന്നുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്കിനി ഒന്നും സിംഹത്തെ ചെയ്യാൻ പറ്റില്ല. അവൻ നമ്മളെയാ എന്തെങ്കിലും ചെയ്യുന്നത്. ഈ സമയത്താണ് അവന്റെ ഒരു തമാശ. മുയലച്ച, നിന്റെ കാര്യം പോക്ക. സിംഹം നിന്നെ തിന്നും. നിനക്ക് ജീവൻ വേണമെങ്കിൽ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ. അപ്പോ നീയോ? ഞാനോ? ഞാൻ ഇതിൽ കയറി ഒളിച്ചിരിക്കും. ആമച്ചാരെ, ഇനി രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ.
എന്തായാലും ഇന്ന് ഇരയെ ഓടിച്ചിട്ട് പിടിക്കേണ്ടി വന്നില്ല. എടാ മുയലേ, ഇന്നത്തെ ഇര നീ തന്നെ. അത് കൊള്ളാം. സിംഹം ചേട്ടന് വേണ്ടി ഒരു സമ്മാനം വെച്ച് കാത്തിരിക്കുന്ന എന്നോട് തന്നെ ഇത് പറയണം. സമ്മാനമോ? നീ എന്താണ് ഈ പറയുന്നത്? ഈ പാറയാണോ നിന്റെ സമ്മാനം? അതൊന്നും അല്ല ചേട്ടാ, ഈ പാറയുടെ അടിയിൽ ഒരു കുഴിയുണ്ട്, അതിനകത്താണ് സമ്മാനം. എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ശബ്ദം കേട്ടു. നോക്കുമ്പോഴോ ഈ കുഴിക്കകത്തൊരു പുള്ളിമാൻ വീണ് കിടക്കുന്നു. പുള്ളിമാനോ? എവിടെ? ആ പുള്ളിമാൻ ഓടിപ്പോകാതിരിക്കാൻ ഞാനൊരു പാറ എടുത്തു വെച്ച് ചേട്ടനെ കാത്തിരിക്കുകയായിരുന്നു. പുള്ളിമാനെ തിന്ന കാലം മറന്നു. എനിക്ക് കൊതിയാവുന്നു. നീ ഒന്ന് മാറിക്കേ, ഞാൻ അവനെ തിന്നട്ടെ. ചേട്ടാ ധൃതി പിടിക്കില്ലേ, നീ പാറയിൽ അമർത്തി പിടിച്ചോ. ഞാൻ പോയി ഇവനെ കുഴിയിൽ നിന്ന് കയറ്റാനുള്ള കാട്ടുവള്ളിയുമായി ഇപ്പൊ വരാം. നീ പറയുന്നത് സത്യമാണല്ലോ. നീ എപ്പോ വരും? ഇപ്പൊ വരാം. വേഗം വരണേ. ഈ മുയൽ എവിടെയാ വള്ളിയെടുക്കാൻ പോയത്? ഈ പാറയിൽ അമർത്തി പിടിച്ച് എന്റെ കൈ കഴച്ചു. അയ്യോ, ഇവിടെ കുഴിയൊന്നും കാണുന്നില്ലല്ലോ. അപ്പോ ആ മുയൽ എന്നെ പറ്റിച്ചതായിരിക്കുമല്ലേ? എടാ മുയലേ, നീ എന്നെ പറ്റിച്ചല്ലേ? ഏയ് ചങ്ങാതി, എന്നെ ഒന്ന് നിവർത്താമോ? എന്നെ സഹായിച്ചു കൂടാത്തതാണ്, നീ ഒരു ചതിയനാണ്. ഒരു ആപത്ത് വന്നപ്പോൾ എന്നെ സഹായിക്കാത്തവനാണ് നീ. ഇപ്പോൾ ഞാൻ നിന്നെ രക്ഷിക്കാം, പക്ഷേ നീയുമായി ഞാൻ നിന്നൊരു കൂട്ടുമില്ല. ക്ഷമിക്കണം ചങ്ങാതി, ഇനിയും ഇങ്ങനെ ഉണ്ടാവില്ല. സത്യം.